സ്നേഹമുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം പരിചിതനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പാലക്കാട് ഇപ്പോൾ MLA ഒക്കെ ആയിട്ട് മാറിയ രമേശ് പിഷാരടി. അദ്ദേഹത്തിൻ്റെ കോമഡികൾ ഞാൻ ഒത്തിരിയേറെ ആസ്വദിക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹം പറയുന്ന ചിന്തകൾ ഞാൻ ഒരു കോമഡി ആയിട്ടാണ് അവതരിപ്പിച്ചെങ്കിൽ പോലും ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ, ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ വീഡിയോ ഞാനിങ്ങനെ പ്ലേ ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒത്തിരിയേറെ കഥകൾ പറയുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു വ്യക്തി എന്തെങ്കിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക അത് കണക്ട് ചെയ്ത ഒരു കഥയങ്ങ് പറയും. പണ്ട് ഞാനിവിടെ ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ ധർമ്മജനക്ക് ചേർത്ത് അങ്ങനെ ഒത്തിരിയേറെ കഥകൾ പറയുന്ന വ്യക്തിയാണ് രമേശ് പിഷാരടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥ ഇപ്രകാരമാണ്. അദ്ദേഹം കാണുന്ന ആ ഒരു കഥയെ ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു കുയിലിനെ കണ്ട ഉടനെ മനുഷ്യൻ പറഞ്ഞു, കുയിലെ നിൻ്റെ പാട്ട് എത്ര മനോഹരമാണ്, പക്ഷേ ആകെ ഒരു പ്രശ്നം, നിൻ്റെ കളറ് കറുപ്പാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി യാത്ര ചെയ്തപ്പോൾ ഒരു റോസാപ്പൂവിനെ കാണാം. അപ്പോൾ റോസാപ്പൂവിനോട് പറയുകയാണ്, ആ റോസാപ്പൂവിനെ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, നിൻ്റെ ഇതിലൊക്കെ വളരെ സുഗന്ധം നൽകുന്ന ഒന്നാണ്, പക്ഷേ ആകെയുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് നിനക്ക് ഒത്തിരി മുള്ളുകളുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോകുമ്പോൾ ഒരു താമരപ്പൂവിനെ കാണുക. അപ്പോൾ താമരപ്പൂവിനെ നിൻ്റെ ഇതിലൊക്കെ എന്നാ ഭംഗിയാണ്, എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ, പക്ഷേ നീ നിൽക്കുന്ന സ്ഥലം ചെളി പിടിച്ചതാണ്. അപ്പോൾ ഈ 3 പേര് കൂടി മനുഷ്യനോട് പറയുന്ന ഒരു കാര്യമാണ് പിഷാരടി അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ നീ അടിപൊളിയാണ്, പക്ഷേ മറ്റുള്ളവരുടെ കുറ്റവും പോരായ്മയും കണ്ടെത്താനുള്ള ആ ഒരു വാസനയാണ് നിനക്കുള്ളത്, അത് നിൻ്റെ പോരായ്മയാണ്. പ്രിയമുള്ളവർ, ഒരു ചെറിയ കഥയാണ്, പക്ഷേ ആ താമരയും റോസാപ്പൂവും കുയിലും പറഞ്ഞ ആ ഒരു സന്ദേശമുണ്ടല്ലോ, മനുഷ്യൻ്റെ വാസന എന്ന് പറയുന്നത് എപ്പോഴും കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും പോരായ്മയിലേക്കുമാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ ആദ്യമേ കുറച്ച് നല്ലതൊക്കെ പറഞ്ഞെന്നിരിക്കാം, പക്ഷെ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ ഒരു ആശ്വാസവും ഇല്ല. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുതന്നെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ വളരെ മനോഹരമായിട്ട് രമേശ് പിഷാരടി അവതരിപ്പിച്ചതും. അദ്ദേഹത്തിന് എവിടുന്നെങ്കിലും കിട്ടിയതായിരിക്കാം, പക്ഷേ അത് പറയുന്ന അവസരത്തിൽ അവിടെ ഇരിക്കുന്ന ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് ഒത്തിരിയേറെ ചിന്തിക്കാനുള്ള ഒരു സമയം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഞാനും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഈ താമരപ്പൂവും റോസാപ്പൂവും കുയിലും പറഞ്ഞ ഒരു മനുഷ്യനെ പോലെയാണോ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ, മറ്റുള്ളവർ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവരെ അഭിനന്ദിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? അതോ അവൻ്റെ പോരായ്മയിലേക്ക് എന്നാലും അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം, അവൻ ഇവിടെ നിന്ന് വരുന്നതല്ലേ, അവൻ്റെ വീട് അത് അവിടെയല്ലേ, അവൻ്റെ വീട്ടുകാരെ നമുക്കറിയാമല്ലോ യേശുവിൻ്റെ കാര്യത്തിലും അത് തന്നെയല്ലേ സംഭവിച്ചത് യേശുവിനെക്കുറിച്ച് യേശു വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക, എന്നാലും അവൻ ആ തച്ചൻ്റെ മകനല്ലേ. കണ്ടോ, അവിടെയുള്ള അവർക്കും വന്ന ഒരു ചിന്ത അതാണ്, അവൻ ആ തച്ചൻ്റെ മകനാണ്, നമുക്കറിയാം. ആ ഒരു തച്ചൻ്റെ മകന് എന്നാ ചെയ്യാൻ പറ്റും? പക്ഷേ ഇവിടെ യേശുവിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചവരുണ്ട്, ഒത്തിരിയേറെ അത്ഭുത കീർത്തികൾ ഇവർ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ ആ യേശുവിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് അവർ എടുത്തു കാണിക്കുന്നത്. അവൻ ആ തച്ചൻ്റെ മകനല്ലേ, അവൻ്റെ അമ്മ മറിയത്തെ നമുക്കറിയില്ല, അവൻ്റെ സഹോദരങ്ങൾ നമുക്കറിയില്ലേ, പിന്നെ എന്ത് നല്ലത് വരാനാണ്? ആ ഒരു ചിന്താഗതി ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒന്നാണ്. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ടിലേക്കായിരിക്കും കൊള്ളുക. അവൻ ചെയ്യുന്ന പ്രവൃത്തിയിലേക്കല്ല, അവൻ ചെയ്യുന്ന നന്മകളിലേക്കല്ല, മറിച്ച് അവനുള്ള പോരായ്മകളിലേക്കും കുറവുകളിലേക്കും ആയിരിക്കും നമ്മൾ കൂടുതൽ നോക്കുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മറ്റുള്ളവരുടെ നന്മയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നവരായിട്ട് മാറുക, മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നവരായിട്ട് മാറുക, മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുന്നവരായിട്ട് മാറുക, ആരെയും നിരാശരാക്കാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. ഇത് പക്ക ഒരു അഡ്വൈസ് എന്ന രീതിയിലായിരിക്കും നിങ്ങൾ എടുക്കുക എന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ പല വീഡിയോസ് ആ ഒരു ഗണത്തിൽപ്പെട്ടതല്ല എങ്കിൽ പോലും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട മാറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞു, പുതിയ മന്ത്രിസഭയായി, പഴയ ആളുകളെ ചെളിവാരി എറിയുന്നു, പുതിയ ആളുകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ നോക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ഈ ഇത് കുയിൽ പറഞ്ഞതും താമരപ്പൂ പറഞ്ഞത് റോസാപ്പൂ പറഞ്ഞത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അംഗീകരിക്കുക, നല്ലത് കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക. അത് നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.